നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ കുത്തക സീറ്റ് പിടിച്ചെടുത്തതിന്റെ വൈരാഗ്യമാണ് മാക്കൂൽ പീടികയിൽ അക്രമത്തിനും ലീഗ് പ്രവർത്തകന്റെ വധശ്രമത്തിനും കാരണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. വധശ്രമത്തിന് കേസെടുക്കണമെന്നും ചേലേരി. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി. തലശ്ശേരി സംഗമം ജംഗ്ഷനിൽ അപകടം തുടർക്കഥ. ചൊവ്വാഴ്ച പുലർച്ചെ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ടൂറിസ്റ്റ് ബസും അപകടത്തിൽപ്പെട്ടു. തലശ്ശേരിയിലെ പ്രമുഖ അഭിഭാഷകനായ പന്ന്യന്നൂർ സ്വദേശി അഡ്വക്കേറ്റ് വിജേഷ് ചന്ദ്രന് അഭിഭാഷക സമൂഹത്തിന്റെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും യാത്രാമൊഴി. തലശ്ശേരി കോടതി പരിസരത്തും പന്ന്യന്നൂരും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ വൻ ജനാവലി. വാർത്തകൾ വിശദമായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ കുത്തക സീറ്റ് പിടിച്ചെടുത്തതിന്റെ വൈരാഗ്യമാണ് മാക്കൂൽ പീടികയിൽ അക്രമത്തിനും ലീഗ് പ്രവർത്തകന്റെ വധശ്രമത്തിനും കാരണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. സിപിഎം അക്രമത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകൻ അഷ്റഫിനെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചേലേരി. പാർട്ടി പ്രവർത്തന രംഗത്ത് ചങ്കുറപ്പോടുകൂടി പ്രവർത്തിച്ചു വരുന്ന അഷ്റഫിനെ നിർവീര്യമാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് സിപിഎം ക്രിമിനലുകൾ അതിക്രൂരമായി ആക്രമിച്ചത്. സിപിഎം ക്രിമിനലുകൾ മാരകായുധങ്ങളുമായി അഷ്റഫിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എത്തിയത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. പാർട്ടി പ്രവർത്തന രംഗത്ത് ചങ്കുറപ്പോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫിനെ നിർവീര്യനാക്കുക എന്നുള്ള ഗൂഢമായിട്ടുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃഗീയമായി അദ്ദേഹത്തെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. 10ലധികം ക്രിമിനലുകൾ മാരകായുധങ്ങളുമായി വന്ന് അഷ്റഫിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഭാഗ്യത്തിനാണ് ആ വധശ്രമത്തിൽ രക്ഷപ്പെട്ടത്. എങ്കിലും നട്ടെല്ലിന് ക്ഷതമേറ്റ് എഴുന്നേറ്റാൽ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 45 വർഷത്തിന് ശേഷം സിപിഎമ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്ത് സീറ്റ് ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് മുസ്ലിം ലീഗിന് വേണ്ടി പിടിച്ചെടുത്തു എന്നുള്ള ഒറ്റ കാരണമാണ് അഷ്റഫിനെ വധിക്കുന്നതിന് വേണ്ടി സിപിഎമ്മിൻ്റെ ക്രിമിനൽ സംഘം ആസൂത്രണം ചെയ്ത് ഈ ആക്രമണം നടപ്പിലാക്കിയത്. വധശ്രമത്തിന് കേസെടുക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം മുസ്ലിം ലീഗ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഉപാധ്യക്ഷൻ പൊട്ടങ്ങണ്ടി അബ്ദുള്ള, മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്, ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K ലത്തീഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുല്ല, നാസർ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, സെക്രട്ടറി PK അലി, മുഹമ്മദ് പൂന്തോട്ടം, ഹനീഫ ബാങ്കിൽ, അലി നാനാറത്ത്, KP അസീസ് എന്നിവരും അഷ്റഫിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിനെ നേരിടാൻ ഒരുക്കിയ ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടു. ഇതോടെ പോലീസ് ലാത്തിവീശി. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് ഇരച്ചുകയറി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. കോളേജിന്റെ ജനൽ ഗ്ലാസ് പ്രവർത്തകർ അടിച്ചുപൊളിച്ചു. Yeah.
പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാംവള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു. അശ്വിൻ മധുക്കോത്ത് സ്വാഗതം പറഞ്ഞു. MK വരുൺ, മിഥുൻ മാറോളി, പ്രനിൽ മധുക്കോത്ത്, മൃദുൽ മുഴപ്പാല, നിതിൻ നടുവനാട്ട്, VP രാഹുൽ, റിജിൻ രാജ്, P പ്രിൻസ്, ജിതിൻ കൊളപ്പ, രാഹുൽ മേക്കിലേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ചിനെ നേരിടാൻ വൻ പോലീസ് സന്നാഹമാണ് കോളേജ് പരിസരത്ത് നിലയുറപ്പിച്ചത്. തലശ്ശേരി സംഗമം ജംഗ്ഷനിൽ അപകടം തുടർക്കഥയാവുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ടൂറിസ്റ്റ് ബസ്സും അപകടത്തിൽപ്പെട്ടു. ജംഗ്ഷന്റെ മധ്യത്തിൽ വഴിമുടക്കിയായി നിൽക്കുന്ന ഹൈമാസ്റ്റ് വിളക്ക് തറയിൽ ഇടിച്ചാണ് അപകടം പതിവാകുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഗമം ജംഗ്ഷനിൽ സിമന്റ് ലോറി വിളക്ക് തറയിലിടിച്ച് അപകടമുണ്ടായത്. മുൻവശത്തെ ബമ്പറും എഞ്ചിൻ ഭാഗങ്ങളും ചേസിസും ഒടിഞ്ഞതോടെ ലോറി അപകട സ്ഥലത്തു നിന്നും നീക്കാനായില്ല. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും മുടങ്ങിയിരുന്നു. പിന്നാലെ മണിക്കൂറുകൾക്കകം ചൊവ്വാഴ്ച രാത്രി തന്നെ ടൂറിസ്റ്റ് ബസ് കൂടി അപകടത്തിൽപ്പെട്ടു. ഇതോടെ യാത്രക്കാരിൽ പ്രതിഷേധം ശക്തമായി. റോഡ് മധ്യത്തിലുള്ള വിളക്ക് തറയിൽ അപകട മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനങ്ങളില്ല. ഒരേ സമയം 4 ഭാഗത്തേക്കും ഇടതടവില്ലാതെ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകുന്ന ജംഗ്ഷനിലാണ് വഴിമുടക്കിയായി വിളക്ക് തറയുള്ളത്. ഇവിടെയുള്ള ഹൈമാസ്റ്റ് വിളക്ക് നീക്കം ചെയ്തതോടെയാണ് വിളക്ക് തറ മാത്രം ജംഗ്ഷനിൽ ശേഷിച്ചത്. റോഡിന് നടുവിലുള്ള സിമന്റ് തറയിൽ റിഫ്ലക്ടറോ മറ്റ് അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഇല്ല. ഇതാണ് വാഹനങ്ങൾക്ക് വിനയാകുന്നത്. അടിയന്തരമായും വിളക്ക് തറയിൽ മുന്നറിയിപ്പ് അടയാളമോ ഹൈമാസ്റ്റ് ലൈറ്റ് സെറ്റുകളും സ്ഥാപിക്കണമെന്ന് വാഹന ഡ്രൈവർമാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. തലശ്ശേരി സംഗമം ജംഗ്ഷനിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ ഒടുവിൽ നടപടിയുമായി നഗരസഭ. തലശ്ശേരി നഗരസഭ ചെയർമാൻ കാരായി ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ നഗരസഭ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രശ്നം താത്കാലികമായി പരിഹരിക്കാൻ ട്രാഫിക് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഉയരത്തിൽ റിഫ്ലക്ടർ സ്ഥാപിക്കും. കൂടാതെ തലശ്ശേരി നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി ശാസ്ത്രീയമായ രീതിയിൽ റോഡിന്റെ ഘടന മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ച് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ വി സതി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഭാരതി, COT ഷബീർ, നഗരസഭാ കൗൺസിലർ ഷാലിമ, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ T ഷജിൽ, ട്രാഫിക് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരിയിലെ പ്രമുഖ അഭിഭാഷകനായ പന്നിന്നൂർ സ്വദേശി അഡ്വക്കേറ്റ് ബിജേഷ് ചന്ദ്രന് അഭിഭാഷക സമൂഹത്തിന്റെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും യാത്രാമൊഴി. നിയമരംഗത്തും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ബിജേഷിന്റെ അപ്രതീക്ഷിത വേർപാട് ഏവരെയും ദുഃഖത്തിലാഴ്ത്തി. തലശ്ശേരി കോടതി പരിസരത്തും പന്ന്യന്നൂരും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി ആളുകൾ അന്തിമോപചാരമർപ്പിച്ചു. തലശ്ശേരി മാഹി കോടതികളിലെ കേസുകളിൽ ഹാജരായ ശേഷം കഴിഞ്ഞ ദിവസം പഴയ ബസ് സ്റ്റാൻഡിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാൻ എത്തിയപ്പോഴാണ് ബിജേഷ് ചന്ദ്രൻ കുഴഞ്ഞു വീണത്. തുടർന്ന് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മൈത്ര ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെ മരണം സംഭവിച്ചു. പന്ന്യന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്ഥാപക പ്രസിഡന്റായിരുന്ന അദ്ദേഹം കലാകായിക സാംസ്കാരിക മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു. സമൂഹവുമായി ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ സൗഹൃദ സ്വഭാവവും സേവന മനോഭാവവും അനുസ്മരണങ്ങളിൽ നിറഞ്ഞു നിന്നു. പന്ന്യന്നൂരിലെ നിറം സാംസ്കാരിക കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. തലശ്ശേരി കോടതി പരിസരത്തും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. കണ്ണീരോടെയായിരുന്നു എല്ലാവരും പ്രിയപ്പെട്ട അഭിഭാഷകനെ അവസാനമായി കാണാനെത്തിയത്. പരേതനായ VP ചന്ദ്രൻ്റെയും VV ജാനകിയുടെയും മകനാണ്. സജ്ജനയാണ് ഭാര്യ.
ആദിത്യൻ ഏക മകനാണ്. ജിതേഷ് ചന്ദ്രൻ സഹോദരനാണ്. കണ്ണൂരിൽ ക്ഷേത്രോത്സവ സ്ഥലത്ത് നിന്നും വയോധികയുടെ 5.5 പവന്റെ മാല കവർന്ന കേസിൽ രക്ഷപ്പെട്ട യുവതികൾക്കായി അന്വേഷണം ഊർജിതം. പിലാത്തറയിൽ ക്ഷേത്ര കളിയാട്ട സ്ഥലത്ത് തൊഴാനെത്തിയ വൃദ്ധയുടെ 5.5 പവന്റെ സ്വർണ്ണമാലയാണ് 4-അംഗ സംഘം കവർന്നത്. സംഘത്തിലെ പിടിയിലായ 2 പേരെ റിമാൻഡ് ചെയ്തു. കർണാടക കോലാർ ഭാരതി നഗർ സ്വദേശി നാരായണന്റെ മകൾ വീരാജ്പേട്ട ഇന്ദിരാനഗർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അനിത, വീരാജ്പേട്ട ടവർ ഗേറ്റിന് സമീപത്തെ രാമയ്യയുടെ മകൾ ആർ ഗീത എന്നിവരെയാണ് പെരിങ്ങോം SI സവ്യസാജിയും സംഘവും അറസ്റ്റ് ചെയ്തത്. പാണപ്പുഴ പറവൂരിലെ PV രോഹിണിയുടെ മാലയാണ് പ്രതികൾ കവർന്നത്. 3 മണിക്ക് മാതമംഗലം പുലിയൂർ കാളി ക്ഷേത്രത്തിൽ വെച്ചാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ വെച്ച് തിക്കിത്തിരക്കിയ 4-അംഗ സ്ത്രീകളുടെ സംഘമാണ് മാല കവർന്നതിന് പിന്നിൽ. വയോധികയുടെ കഴുത്തിൽ നിന്നും ലോക്കറ്റ് ഉൾപ്പെടെയുള്ള 5.5 പവന്റെ മാല കവർന്ന സംഘം രക്ഷപ്പെടുകയായിരുന്നു. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇവരെ തടഞ്ഞുവെച്ചു. പെരിങ്ങോം പോലീസെത്തി യുവതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവർ പൊട്ടിച്ചെടുത്ത മാല ലഭിച്ചിട്ടില്ല. കൂടെയുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ കൈവശമാണ് മാലയുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നത്. കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P.
പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ പുസ്തകക്കൂട്ടിന്റെയും ചമ്പാട് വായനശാല ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സായാഹ്ന സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു. വായനക്കാർക്കുമായി പങ്കിടുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു ഡ്രൈവർ ചെയ്യുന്നത് പോലെ, ഒരു തൊഴിലാളി ചെയ്യുന്നത് പോലെ, അവരുടെയൊക്കെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെയാണ് ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് പോലെ ഓരോ എഴുത്തുകാരനും ഉണ്ടാകുന്ന കലാസൃഷ്ടിയിലൂടെയാണ് ഒരുപക്ഷെ സമൂഹത്തിന്റെ ഏറ്റവും പുതിയ അറിവുകൾ, അനുഭൂതികൾ, ആശയങ്ങൾ ഒക്കെ അത് വായനക്കാരിലേക്ക് എത്തിച്ചേരുന്നത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ഒരു എഴുത്തുകാരൻ വായനക്കാരനുമായി നടത്തുന്ന ഹൃദയ സംവാദമാണ് ഓരോ പുസ്തകങ്ങളും. എഴുത്തുകാരൻ വായനക്കാരനുമായി നടത്തുന്ന ഹൃദയ സംവാദമാണ് ഓരോ എഴുത്തുകളും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവേദന ആശയത്തിന് ഒരുപക്ഷെ എഴുത്തുകാരൻ ഏറ്റവും ദുഃഖമനുഭവിക്കുന്നവരാണ്, അല്ലെ? ശോകത്തു നിന്നാണ് രാമായണം തന്നെ ഉണ്ടായത്, അല്ലെ? മാനിഷാദ പ്രതിഷ്ഠാംത്വ, അറിയില്ലേ? തീർത്തും ദുഃഖിതരാണ്. ഗാസയിലെ കുട്ടികളുടെ മുഖം കാണുമ്പോൾ
ഒരുപക്ഷെ ഏറ്റവും ദുഃഖം തോന്നുന്നത് എഴുത്തുകാരനിൽ തന്നെയാണ്. എല്ലാവരിലും ഉണ്ട്. ഹോർമോസ് കടലിടുക്കിലെ ചങ്ങല എപ്പോഴാണ് തുറക്കുക അടക്കുക എന്ന് ബേജാറാവുന്നത് ലോകത്തിലെ ഏത് രാജ്യത്തായാലുമുള്ള മാനവികതയെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ചെമ്പാട് വായനശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. യുവ എഴുത്തുകാരി ഡോക്ടർ കെ സിന്ധു എഴുതിയ 39 കവിതകളുടെ സമാഹാരമായ മിഴിയുടെ പ്രകാശനം ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊകേരി പുസ്തകക്കൂട്ട് ചെയർപേഴ്സൺ ജ്യോതി കേളോത്തിന് കൈമാറി പ്രകാശനം നടത്തി. ആ മിഴിയിലൂടെ അവർ കാണുന്ന കാഴ്ചകളാണ് പലതും വളരെ കാവ്യാത്മകമായും മനുഷ്യന്റെ മനസ്സിലേക്ക് വല്ലാതെ സ്വാധീനിക്കുന്ന വിധത്തിലും വാക്കുകൾ കൊണ്ട് വരച്ച് കാണിച്ചിട്ടുള്ളൂ. ഞാനൊരു പുസ്തകം റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ്, പെറുവിലെ ഗറില്ല യുദ്ധത്തിൽ വെടിയേറ്റ് മരിച്ച ജാബിയൻ ഖെറോത്ത് എന്ന് പറയുന്ന ഒരു കവി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പുതിയ യാത്ര എന്ന് പറയുന്ന ഒരു കവിതയെ പറയാണ്, കവിത സ്നേഹമാണ്, മരണമാണ്, മനുഷ്യന്റെ മോക്ഷമാണ് എന്നാണ്. മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ സൽവേഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, വിമോചനം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ കവിത വിമോചനത്തിന്റെയും കൂടി ശബ്ദമാണ്, അല്ലെങ്കിൽ വിമോചനത്തിന്റെയും കൂടി സ്വരമാണ്, അതിന്റെ വഴികാട്ടിയാണ് എന്നൊക്കെ പറയും. കെ ഹരിദാസൻ, എൻ കെ ജയപ്രസാദ്, മുസ്തഫ കമാൽ, ശാന്തമ്മ കുരാറ, വി കെ ബിജി, ലേജു മനോജ്, സിന്ധു, അനില, MCV ഗഫൂർ, പി മോഹനൻ, സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകക്കൂട്ട് കൺവീനർ അനിരുദ്ധൻ എട്ടുവീട്ടിൽ സ്വാഗതവും KV മുകുന്ദൻ നന്ദിയും പറഞ്ഞു. മൊകേരിയിലെ പുരാതന കുടുംബമായ മുല്ലോളി തറവാട് കുടുംബസംഗമം കരിയാട് CH മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. മൊകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ ഉദ്ഘാടനം ചെയ്തു. മൊകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. നവാസ് പാലേരി മുഖ്യാതിഥിയായി. അബൂബക്കർ ഫൈസി, നസ്വീഹത്തും ഫാത്തിമ റിഹ റഹീം ലവ് ലാബും നിർവഹിച്ചു. മൊകേരി ഗ്രാമപഞ്ചായത്ത് അംഗം KN വിജിന, കടയപ്പുറം കേന്ദ്ര മഹൽ പ്രസിഡന്റ് അബൂബക്കർ മരവന്നവിട, കൂരാറ ജുമാ മസ്ജിദ് സെക്രട്ടറി ഖാദർ ഒരുമ, E കുഞ്ഞുമൂസ, MM ഖാലിദ്, റഫീഖ് ചന്ദ്രോത്ത്, NK നവാസ്, K കുമാരൻ, ബാബു തോലോട്ടി, ഖാലിദ് നാമത്ത് എന്നിവർ സന്നിഹിതരായി. T അഷ്റഫ് സ്വാഗതവും PM സലീം നന്ദിയും പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകണമെന്ന് സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ AITUC 9ാം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ മന്ത്രി KP രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഒരു ദുരന്ത വാർത്ത തൃശ്ശൂരിൽ മൂലത്തിൻ്റെയൊക്കെ കുറിച്ചാണ് വെടിക്കെട്ട അപകടം. അത് TV-യിലും പത്രത്തിലും കേൾക്കുന്നത് വായിക്കാൻ ദുഃഖം നടത്തുന്ന സംഭവമാണ്. സംസ്ഥാന പ്രസിഡന്റ് തങ്കമണി അധ്യക്ഷത വഹിച്ചു. T പ്രഭാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശോഭന, CPI നേതാക്കളായ CP മുരളി, CP സന്തോഷ് കുമാർ, A ഗംഗാധരൻ, KT ജോസ് തുടങ്ങിയവർ സംസാരിച്ചു.
ആരോഗ്യകരമായ ജീവിതശൈലി സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യവുമായി യോഗയെ ജീവിതവ്രതമാക്കി മാറ്റിയ ദമ്പതികൾ ശ്രദ്ധേയരാകുന്നു. മാടപ്പിടികയിലെ പുനർജനി യോഗ വെൽനസ് സെന്റർ മുഖേന റിട്ടയർഡ് പോലീസ് SI ഡോക്ടർ സുനിൽകുമാർ പൊയിൽ, ഭാര്യ സിന്ധു സുനിൽകുമാർ എന്നിവരാണ് വർഷങ്ങളായി യോഗയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. കഴിഞ്ഞ 14 വർഷത്തിനിടെ പുനർജനിയിലൂടെ 400-ലധികം പേർ യോഗ അഭ്യസിച്ചിട്ടുണ്ട്. ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസുകൾ വഴിയുള്ള പരിശീലനം ഇപ്പോഴും സജീവമാണ്. വിദേശങ്ങളിൽ നിന്നുള്ളവരും ഓൺലൈൻ വഴി യോഗ പഠിക്കുന്നതും കേന്ദ്രത്തിൻ്റെ പ്രത്യേകതയാണ്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈ പോകട്ടെ, ചെവിക്ക് ടച്ച് ചെയ്യട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് തിരിയട്ടെ, അവിടെ നിൽക്കട്ടെ. ശ്വാസം എടുത്തോണ്ട് ഉയരുക, മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴട്ടെ, നേരെ നോക്കുക, കൈ കമഴ്ത്തി വെക്കുക, താഴ്ത്തി വെക്കുക. ദിവസത്തെ പ്രത്യേക യോഗ പരിശീലന ക്ലാസുകൾ, പ്രമേഹം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട റിവേഴ്സ് ഡയബറ്റിക് പ്രോഗ്രാം, എല്ലാ ശനിയാഴ്ചകളിലും സൂംബ പരിശീലനം തുടങ്ങിയവയും ഇവിടെ ഒരുക്കിയിട്ടുള്ളതായി സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ സുനിൽകുമാർ പൊയിൽ പറഞ്ഞു. പുനർജനി യോഗ പിലാറ്റിസ് ആൻഡ് വെൽനസ് അക്കാദമി 14 വർഷം കഴിഞ്ഞു തുടങ്ങിയിട്ട് ഇവിടെ ഏകദേശം എല്ലാ ബാച്ചും കൂടി 400-ലധികം ആൾക്കാരിവിടെ പഠിക്കുന്നുണ്ട്, ഓൺലൈനായും ഓഫ്ലൈനായും. അതുമാത്രവുമല്ല, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഉള്ളത് വിദേശങ്ങളിലാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ ഇവിടെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. 21 ഡേയ്സ് യോഗ പ്രോഗ്രാം എന്നൊരു സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മൾ യോഗ തെറാപ്പി, മർമ്മ തെറാപ്പി, പിലാറ്റിസ് തെറാപ്പി, അക്യുപ്രഷർ, സ്വിച്ചോക്ക് എല്ലാം സമന്വയിപ്പിച്ചു കൊണ്ടുള്ളൊരു കോഴ്സാണ്. അത് 21 ഡേയ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ 21 ഡേയ്സ് നിർബന്ധമായി ഞങ്ങളുടെ അടുത്ത് വരണം. 45 ഡേയ്സ് ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണിത്. ആ കോഴ്സിൽ ആണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഈ കോഴ്സാണ്. അതേപോലെ 10 മണിക്കൊരു കോഴ്സ് ഉണ്ട്, റിവേഴ്സ് ഡയബറ്റിക് ആൻഡ് ബാക്ക് പെയിൻ എന്നാണ് ഇതിൻ്റെ കോഴ്സ്. അതേപോലെ സൺഡേയ്സിൽ 3 ക്ലാസ്സുകളുണ്ട്. രാവിലെ 6 മണി മുതൽ 7:30 മണി വരെ, 7 to 9 മണി വരെ എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ്. അതേപോലെ 9 മുതൽ 10:30 മണി വരെ ജെൻസ് ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ. ബുദ്ധ മെഡിറ്റേഷൻ ഉണ്ട്, ശ്രീബുദ്ധൻ്റെ മെഡിറ്റേഷൻസ്, പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ, ഏകദേശം 15ഓളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷനാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഹെർബർട്ട് ബെൻസൻ്റെ മൈൻഡ് പവർ മെഡിറ്റേഷൻ മുതൽ നമ്മുടെ കുണ്ടലിനി മെഡിറ്റേഷൻ മുതൽ ചക്ര മെഡിറ്റേഷൻ മുതൽ ഇങ്ങനെ നടത്തുന്നതാണ് ഈ സ്ഥാപനം. ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്റ്റുഡൻസ് ആണ്. ജാതി, മത, വർഗ, ലിംഗ ഭേദമന്യെയാണ് ഇവിടെ എല്ലാവരും പെരുമാറുന്നത്. ഇതിൻ്റെ ഉയർച്ചയുടെ പരിപൂർണ ഉത്തരവാദിത്വം ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനാണ്. കുട്ടികളിലും മുതിർന്നവരിലും യോഗ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. യോഗയെ ഒരു ദിനചര്യയായി സ്വീകരിച്ചാൽ ജീവിതകാലം മുഴുവൻ സ്വയം പര്യാപ്തമായി ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് സിന്ധു സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. പല ഏജിലുള്ള ആളുകൾ ഇവിടെ യോഗയ്ക്ക് വരാറുണ്ട്. ഈ 14 വർഷമായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ക്ലാസ്സിലുണ്ട്. പ്രത്യേകിച്ചും ഞായറാഴ്ചത്തെ ക്ലാസ്സിലും ഉണ്ട്, നമ്മൾ ദിവസമുള്ള 21 ഡേയ്സ് ക്ലാസ്സിലും 10-12 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നവരുണ്ട്. പിന്നെ മാറ്റമെന്ന് പറയാൻ പല ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മളെ
അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. യോഗയെ നമ്മളൊരു ദിനചര്യയായി സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാൻ കഴിയും. നമുക്ക് മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ മരണം വരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും ഈ യോഗയിൽ കൂടെ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാൻ യോഗ മികച്ച മാർഗമാണെന്നും ഇവിടെ വർഷങ്ങളായി പരിശീലനം നടത്തുന്നവർ പറയുന്നു. സ്ഥിരമായിട്ട് വരുന്നതാണ്, നിങ്ങൾ നിർത്തലേ ഇല്ല. കൊറോണക്ക് മുമ്പേ വന്നതാണ്. കൊറോണ ആയ സമയത്ത് കുറച്ച് സമയം വന്നിട്ടില്ല, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഷുഗർ ഉണ്ടായിട്ട് 2 നേരം ഇൻസുലിൻ ചെയ്യുന്നതാണ്. അത് ഞാൻ 2 വർഷം നിർത്തി വെച്ചിന്. ശരിക്കും പോയിട്ടില്ലെങ്കിൽ നോർമൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഇവിടെ കാലത്ത് 6:30 യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6:30 ഇവിടെ വന്ന് യോഗ 8 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോകുമ്പോൾ തന്നെ വളരെ ഒരു എനർജി ആയിട്ടാണ് ഞങ്ങളൊക്കെ മടങ്ങി പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. അതേപോലെ ഒപ്പരം എല്ലാവരും കൂടി യോഗ ചെയ്യുമ്പോഴുള്ള ഒരു വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് വിശാലമായിട്ട് നല്ല രീതിയിൽ പോകുന്നു. യോഗയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കിലോമീറ്ററുകൾ അകലങ്ങളിൽ നിന്ന് പോലും ആളുകൾ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. 21 ദിവസത്തെ ബാച്ചിൽ പങ്കെടുത്ത് പിന്നീട് മാസങ്ങളോളം തുടർച്ചയായി പരിശീലനം തുടരുന്നവരും നിരവധിയാണ്. 13 കിലോമീറ്റർ ദൂരെ നിന്നാണ് വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യം ചേർന്നത് ഞായറാഴ്ചത്തെ ബാച്ചിലായിരുന്നു. പക്ഷേ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ചും പുനർജനിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ 21 ഡേയ്സ് ബാച്ച് തുടർന്ന് 6 മാസമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പരമാവധി ഒരു ദിവസം പോലും ലീവാക്കാതെ ഇവിടെ എത്തിച്ചേരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് പുനർജനി യോഗ സെൻറ്ററിൽ വരുമ്പോൾ എനിക്ക് നടുവേദനയുണ്ടായിരുന്നു. പിന്നെ വെയിറ്റ് 86 കിലോ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ മാറ്റം വന്നു, നടുവേദനക്കും മാറ്റം വന്ന് ഇപ്പം പിന്നെ വെയിറ്റ് 75ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. നല്ല യോഗ സെൻറ്റർ നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. കൂടാതെ 15ഓളം വിവിധ മെഡിറ്റേഷൻ കോഴ്സുകളും പുനർജനിയിൽ ലഭ്യമാണ്. ആരോഗ്യവും മാനസിക ശാന്തിയും ഒരുപോലെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ഇന്ന് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. UTSCയുടെ നേതൃത്വത്തിൽ തലശ്ശേരി VR കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ഹോക്കി ക്യാമ്പ് ശ്രദ്ധേയമാകുന്നു. 2009 ആരംഭിച്ച UTSC കുട്ടികൾക്ക് ഹോക്കിയിൽ പരിശീലനം നൽകി ലോകോത്തര താരങ്ങളാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനോടകം തന്നെ നിരവധി കുട്ടികളെ മികച്ച ഹോക്കി താരങ്ങളാക്കി മാറ്റാൻ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. വിദേശത്തും ദേശീയ തലത്തിലും കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നുവെന്ന് ക്യാമ്പ് ഡയറക്ടർ, ഹോക്കി ഇന്ത്യൻ മാസ്റ്റേഴ്സ് താരമായ K. നിയാസ് പറഞ്ഞു. സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ നമ്മുടെ ക്ലബിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ UTSC ക്ലബ്ബ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ മിക്ക രാജ്യങ്ങളിലും UTSC വളർന്ന് വന്നിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, നമ്മുടെ ദേശീയ വിനോദമാണ് ഹോക്കി. നമുക്ക് കേരളത്തിൽ 2 ഒളിമ്പിക് മെഡലാണുള്ളത്. അത് 2 ഹോക്കിയിലാണ്. വീണ്ടും ഇനിയും ഒരുപാട് ഒളിമ്പിക്സ് മെഡലുകൾ കേരളത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് UTSC മുതലിൻ്റെ ഭാരവാഹികളും. മുൻ ഹോക്കി താരങ്ങളായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ, നമ്മുടെ ജാവിസ്, അതേപോലെ ഷാനവാസ്, ആഷിർ, പർവേഷ്, ഇത്തരം ആളുകളുടെ നിരന്തരമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലബ്ബ് നിലനിന്ന് പോകുന്നത്. കുട്ടികൾ തികച്ചും ഫ്രീ ആയിട്ട്, അതായത് സ്പോർട്സ് കിറ്റുകൾ, ഹോക്കി സ്റ്റിക്ക്, ഷൂസ്, ടീഷർട്ട്, അതുപോലെ മറ്റ് സംസ്ഥാനത്ത് നല്ല നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങളിൽ പോയി പ്രാക്ടീസ് മാച്ച് ഇങ്ങനെയൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ 60-ഓളം കുട്ടികൾക്ക് ക്യാമ്പ് കൊടുത്തു. അവരിന്ന് പല സ്കൂളുകളിലും കോളേജിലൊക്കെ പല ജില്ലകൾക്ക് വേണ്ടിയും നമ്മുടെ ക്ലബിലൂടെ പോയിട്ട് കളിക്കുന്നുണ്ട്. തമിഴ്നാടുകാരനായ സാമുവലാണ് മുഖ്യ പരിശീലനം നൽകുന്നത്. ഹോക്കി മുൻ താരങ്ങളായ OV ജാവിസ് അഹമ്മദ്, ആഷിർ പൊന്മാണിച്ചി, ഷാനവാസ്, പർവീസ്, മുഹമ്മദ് റാഫി തുടങ്ങിയ പ്രവാസി കൂട്ടായ്മയിലെ 45ഓളം പേരാണ് ക്ലബിന് രൂപം നൽകിയത്. തലശ്ശേരിയിൽ ക്ലബിന് നേതൃത്വം നൽകുന്നത് ജോൺസൺ മാസ്റ്റർ, PV സിറാജുദ്ദീൻ, KK മഷൂദ്, തഫ്ലീം മാണിയാട്ട് എന്നിവരാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാനൂരിനടുത്ത തെക്കേ ചണ്ടിയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നാളെ രാവിലെ നടക്കും. 11:30 11:45 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. 11 ദിവസങ്ങളിലായി പ്രത്യേക പൂജാചടങ്ങുകളോടെയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. ബ്രഹ്മശ്രീ തന്ത്രരത്നം പേരൂർ ദാമോദരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം മൂരാളനും ക്ഷേത്രതന്ത്രിയും ആചാര്യനുമായ ബ്രഹ്മശ്രീ കുന്നംകുളം വെണ്ടിലോറ്റയിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം സപ്തതി കാണിപ്പയൂർ കുട്ടൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രമേൽശാന്തി കോയിമടമില്ലം ദിനേശ നമ്പൂതിരിപ്പാട് എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത്. വാസ്തുഭംഗി കണ്ണൂരിലെ PR രാമകൃഷ്ണൻ നമ്പ്യാർ, വാസ്തുഭംഗി ആചാര്യൻ ഷെറിൻ കുറ്റേരി, കേരള ആധ്യാത്മിക പ്രഭാഷക സമിതി കുട്ടിയൂർ ജനറൽ സെക്രട്ടറി PS മോഹനൻ, കുട്ടിയൂർ ക്ഷേത്രം ആചാര്യർ പന്തീരടിക്കാമ്പ്രത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ നാടിൻ്റെ ഉത്സവമായാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ മാറിയിരിക്കുന്നത്. 11 ദിവസങ്ങളിൽ പ്രത്യേക പൂജകളോടെയും വൈവിധ്യമാർന്ന പരിപാടികളുടെയുമാണ് ചടങ്ങ് നടത്തുന്നത്. പ്രദേശത്തെ ആബാലവൃദ്ധ ജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ ചടങ്ങുകളിൽ പങ്കാളികളാകാൻ എത്തിച്ചേരുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സമ്മോഹനമായ ദിനരാത്രങ്ങളാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തർക്ക് സമ്മാനിക്കുന്നത്. ആധ്യാത്മിക സദസ്സുകളും കലാപരിപാടികളും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ മാറ്റിയേക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ചതുർബാഹുരൂപമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇപ്പോൾ വെണ്ടിലൊറ്റ ഇല്ലത്തുള്ള ബ്രാഹ്മണരുടെ പൂർവികർ പൂജിച്ചിരുന്നു. അവർ നിർമ്മിച്ച കൃഷ്ണക്ഷേത്രവും അതിനു ചുറ്റുമുള്ള ഇല്ലപ്പറമ്പും കാലത്തിന്റെ കുത്തൊഴുക്കിൽ നശിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ആ കുടുംബം ഇവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ സ്ഥലവും ക്ഷേത്രപ്പറമ്പും പല പല ആളുകളിലൂടെ കൈമാറി അവസാനം പ്രദേശത്തെ പരേതനായ ഒറ്റത്തയുള്ളതിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ കൈവശം എത്തിച്ചേരുകയായിരുന്നു. പ്രസ്തുത സ്ഥലത്ത് പ്രവൃത്തി നടത്തുമ്പോഴാണ് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് OG എന്നറിയപ്പെടുന്ന O ഗോവിന്ദൻ മാസ്റ്റർ ക്ഷേത്രഭൂമി നാട്ടുകാരുടെ കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ശ്രീകൃഷ്ണ ഭദ്രകാളി ക്ഷേത്രം എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിന് നിർമ്മാണത്തിൽ ന്യൂനതകൾ പ്രശ്നവശാൽ മനസ്സിലാക്കുകയും പൊളിച്ചുമാറ്റി വിഗ്രഹങ്ങൾ ബാലാലയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടിയും വന്നു. കഴിഞ്ഞ 9 വർഷമായി ബാലാലയത്തിലുള്ള പ്രതിഷ്ഠയ്ക്ക് പൂജാതി കർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തു. 2022 നവംബർ മാസത്തിൽ ചേർന്ന നാട്ടുകാരുടെ കമ്മിറ്റിയിൽ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും 3.5 വർഷം കൊണ്ട് ഇന്നത്തെ നിലയിൽ ക്ഷേത്രം എത്തിക്കുകയുമായിരുന്നു. ഏപ്രിൽ 16 മുതൽ 26 വരെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുന്നത്. ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 11:15 11:45 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ്
പ്രാണപ്രതിഷ്ഠ നടക്കുക. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നാളെ 23-ാം തീയതി രാവിലെ 11:15-നും 11:45-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ അതുപോലെ തന്നെ ഭഗവതിയെയും പുതിയ വിഗ്രഹങ്ങളിലേക്ക് മാറ്റുകയും പ്രാണപ്രതിഷ്ഠ നൽകി അതിൻ്റേതായ രീതിയിലുള്ള ചൈതന്യവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ചടങ്ങുകളാണ് ഇന്നും നാളെയുമായിട്ട് നടക്കുക. ഇവിടെ കൂടിയിരുന്ന എല്ലാ ഭക്തജനങ്ങളും ഇതുവരെ തന്നിരുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഈ 26-ാം തീയതി വരെയുള്ള ചടങ്ങുകളിലും 27-ാം തീയതി മുതൽ നിത്യപൂജയിലേക്ക് പോകുന്ന ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭഗവാനെ ചരിത്രം വളരെ മുൻപ് നമ്മളുടെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ബ്രാഹ്മണ കുടുംബത്തിൻ്റെ കൈവശത്തിലായിരുന്നു ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഈ പറമ്പും ഇതിന് തൊട്ടടുത്ത പറമ്പുകളുമൊക്കെ ഇല്ലപ്പറമ്പുകൾ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നു. കാരണം അവിടെ ബ്രാഹ്മണന്മാരുടെ സ്ഥലമായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അവർക്ക് ഈ സ്ഥലം ഒഴിവാക്കി പോകേണ്ടി വന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നടന്ന ചില പ്രവർത്തനങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അന്നത്തെ കമ്മിറ്റി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ തൽക്കാലം ഒരു ക്ഷേത്രത്തിൻ്റേതായ അവസ്ഥയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരാൻ അന്നത്തെ കമ്മിറ്റിക്ക് സാധിച്ചു. നീളാമംഗലപുരം നിവാസികളാകെ തന്നെ വല്ലാത്തൊരു ആത്മനിർവൃതിയിലാണ് ഉള്ളത്. കാരണം നാളെ നമ്മുടെയൊക്കെ സ്വപ്നമായ ഈ ഒരു ക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലും നാളെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വർഷം ജീർണിച്ചു കിടന്ന ഈ ക്ഷേത്രത്തെ പുതിയൊരു കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഭഗവാന് വേണ്ടി നല്ലൊരു ചിത്രകൂടം തന്നെ പണിത് കൊടുത്തുകൊണ്ട് ഈ നീളാമംഗലപുരം നിവാസികളൊക്കെ തന്നെ വല്ലാത്തൊരു നേരത്തെ പറഞ്ഞ ആത്മനിർവൃതി അടയുന്ന ഒരു നിമിഷമാണ് വരാൻ പോകുന്നത്. പ്രിയ ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഈ ക്ഷേത്രം ഒരു 9-10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ രൂപത്തിലല്ല, ഏകദേശം ഈ രൂപത്തിൽ തന്നെയുള്ള ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു. അത് എന്തോ കാരണവശാൽ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ഈ ക്ഷേത്രത്തിന് ഈ നമ്പൂതിരി കുടുംബത്തിൽ അംഗമുണ്ടെന്നും അവരെ കണ്ടുപിടിച്ച് ദീപം തെളിയിച്ചാൽ മാത്രമേ ഇത് അഭിവൃദ്ധിയിലേക്ക് പോകുന്നു സ്വർണ്ണപ്രശ്ന വിധിയിൽ തെളിഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം പല കമ്മിറ്റി ഏറ്റെടുത്ത് അവർക്കാർക്കും ഇത് അവരെ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു 9 വർഷത്തോളം ഈ ബാലാലയത്തിൽ കിടന്ന ക്ഷേത്രം ഒരു 5 കൊല്ലം ആ കമ്മിറ്റി പരിപാലിച്ച് വീണ്ടും ഒരു 4 കൊല്ലത്തോളം പൂർണ്ണമായിട്ട് ഭഗവാന് നിവേദ്യവും ദീപവും തെളിയിക്കാതെ പൂർണ്ണമായിട്ട് നിശ്ചലമായി പോയി. അപ്പോൾ അതിനുശേഷം എന്തോ ദൈവനിശ്ചയപ്രകാരം നമ്മളെ കുറച്ച് ആൾക്കാർ ഈ ക്ഷേത്ര കമ്മിറ്റി ഏറ്റെടുത്ത് ഇതിൻ്റെ പൂർവികന്മാരായ നമ്പൂരി കുടുംബത്തംഗത്തെ കണ്ടുപിടിക്കുകയും അവർ വന്ന് ദീപം തെളിയിക്കുകയും പിന്നെ അവരുടെ നിർദ്ദേശപ്രകാരം ഒരു 100 രൂപ എന്ന് പറയുക, 100 രൂപേൻ്റെ ഒരു 60ഓളം സമ്മാനം കൂപ്പൺ അടിച്ച് അതിൽ നിന്ന് തുടങ്ങിയ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ഏപ്രിൽ 16 മുതൽ തുടങ്ങിയ ചടങ്ങ് 26-ാം തീയതി അവസാനിക്കുകയാണ്. ഭഗവാന്റെ മുന്നിൽ ഒരു കോടി പ്രണാമം. നമ്മൾ ഏറ്റെടുത്ത ദൗത്യം ഏകദേശം പൂർത്തിയായി എന്ന് പറയാം. എന്നാലും ഒരു കാഭാഗത്തോളം ബാക്കിയുണ്ട്. അപ്പം ഇതുവരെ നിങ്ങൾ തന്ന സഹകരണം ഇനി അങ്ങോട്ടും ഞങ്ങൾ കൂടെ ഉണ്ടാവണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം. എന്തായാലും നമ്മൾ ഭഗവാൻ കൈവിടില്ല എന്ന് ഉത്തമമായിട്ട് അറിയാം. ജനങ്ങൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ 4 പാടുള്ള വീടുകളിൽ ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഒരു 100 രൂപയുടെ വരിസംഖ്യ എന്ന് പറഞ്ഞ് ഞങ്ങൾ കേരളുണ്ട്. അത് കുറച്ച് നിന്നപ്പം നിന്ന് പോയി കുറച്ച് പേരേ പോകുന്നുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങളോട് ഒരു അഭ്യർത്ഥന പറയുകയാണ്. അടുത്ത മാസം മുതൽ നിങ്ങളെല്ലാ വീട്ടുകാരും ഒരു മാസം ഒരു 100 രൂപ ഞങ്ങൾ വരും, നിങ്ങൾ തന്നാൽ തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമുക്കിന്ന് കഴിഞ്ഞിട്ടില്ല നമ്മളെ പരിപാടി, എന്നാലേ നമ്മൾ കടത്തുനിന്ന് മോചനം നേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക എല്ലാവരോടും നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവണമെന്ന്. ചെണ്ടയാട് നീളാമംഗലപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി 6-ാം ദിനത്തിൽ അനുജ്ഞാ പ്രാർത്ഥന നടത്തി.
സാംസ്കാരിക സദസ്സിൽ സാംസ്കാരിക പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ പ്രഭാഷണം നടത്തി. ചെണ്ടയാട് നീളമംഗലപുരം ശ്രീക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായി അനുജ്ഞാ പ്രാർത്ഥന നടത്തി. പ്രാണപ്രതിജ്ഞ ചടങ്ങുകളുടെ ഭാഗമായുള്ള 6ാം ദിനത്തിലാണ് അനുജ്ഞാ പ്രാർത്ഥന നടത്തിയത്. ക്ഷേത്രം തന്ത്രി വാസുദേവൻ നമ്പൂതിരി, കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട്, കേശവൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി. ാക്കിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇവിടെ മണ്ഡപത്തിൽ എത്തിക്കണം. നിർമ്മിത ധൂമ്രലോചനപതി കേരണ്ടമുണ്ടാർദിനി മാഹേശ്വരീ ലീലയ കൗമാരി ചാമുണ്ഡാഗണനാഥരുദ്രസഹിത സുരേന്ദ്രേ സേന്ദ്രാസുരാവന്ഹി പുരോഗമാസ്താം കാത്യായണീം തുളാസിദാചാഹ ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ പ്രസീദ മാതർജഗദോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പരമേ സ്തുതിസ്തവ്യപരാപരോക്തി സർവഭൂതായഥാ ദേവി സ്വർഗമുക്തിപ്രദായിനി ത്വം ഭവന്തു പരമോക്തയാ സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗ. സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക സദസ്സിൽ ബാലൻ മാസ്റ്റർ ദീപം തെളിയിച്ചു. കെ ഭാസ്കരൻ മാസ്റ്റർ ബാലൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. പ്രമുഖ ആധ്യാത്മിക പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ പ്രഭാഷണം നടത്തി. ഇന്ന് കാലം വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കുടുംബ കലഹങ്ങളുള്ള കാലഘട്ടമാണിത്. ഏറ്റവും കൂടുതൽ കുടുംബ കലഹങ്ങളുള്ള കാലഘട്ടം. ഞാൻ അത്യാവശ്യം കണ്ണൂർ ഹൃദയാരം കൗൺസിലിംഗ് സെന്ററിലൊക്കെ പോകാറുണ്ട്. വളരെ രസകരമാണ് ഓരോ കേസുകളുടെ കാര്യമെന്ന് പറയുന്നത്. രാവിലെ ചായക്കാൽപ്പം കടുപ്പ് നിറഞ്ഞു പോയാൽ ഉച്ചക്ക് ഡൈവേഴ്സ് ആകുന്നൊരു കാലഘട്ടം ഇന്ന്. അതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ആർക്കും ആരോടും വിധേയത്വമില്ല, ആർക്കും ആരോടും കീഴടങ്ങാനുള്ള മനസ്സില്ല, സമരസപ്പെട്ടു പോകാൻ സാധ്യതയില്ല. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൃഷ്ണനും രാധയെയും പഠിക്കേണ്ട ബാധ്യത നമുക്കുള്ളത്. ഭഗവാൻ ശിവൻ ഒരു ഏറ്റവും ഉദാത്തമായ ഒരു കുടുംബത്തെ നയിച്ചവരാ. എന്താ ഞാൻ പറയുന്നത്? ഭഗവാൻ ശിവന്റെ നമ്മുടെ ആചാര്യന്മാർ ഭഗവാൻ ശിവന് ചാർത്തി കൊടുത്തിട്ടുള്ള പ്രതീകങ്ങൾ എടുത്ത് പരിശോധിച്ചു കൊള്ളുക. എന്തൊക്കെയാ പ്രതീകങ്ങൾ കൊടുത്തിട്ടുള്ളത്? ഭഗവാൻ ശിവന് നമ്മൾ ചാർത്തി കൊടുത്തിട്ടുള്ള പ്രതീകങ്ങൾ എന്ന് പറയുന്നത്, ഭഗവാൻ ചുടലഭസ്മധാരിയുടെ ഭാര്യ എന്താ? അവരുടെ സവിശേഷത എന്താണ്? അവരുടെ സവിശേഷത എന്ന് പറയുന്നത് സർവാഭരണ വിഭൂഷിതയാണ്, സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്, സൗന്ദര്യത്തിന്റെ മകുടമാണ്. സർവാഭരണ വിഭൂഷിതയായ ഒരു ഭാര്യയും ചുടലഭസ്മം പൂശി ചുടല നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭഗവാൻ ശിവനും എവിടെയെങ്കിലും ചേരുവോ പ്രിയപ്പെട്ടവരെ? എവിടെയെങ്കിലും ചേരുവോ? ഭഗവാൻ അദ്ദേഹത്തിന്റെ മകന്റെ തല എന്താണ്? ആനയാണല്ലേ. ശ്രീ പാർവതിയുടെ വാഹനം എന്താണ്? സിംഹമാണ്. എവിടെയെങ്കിലും ആനയും സിംഹവും യോജിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ്. ഭഗവാന്റെ കണ്ടങ്ങളെ അലങ്കരിക്കുന്നത് സർപ്പമാണ്. സർപ്പവും മയിലും എവിടെയെങ്കിലും യോജിച്ചായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ട കടികൾ കൂടൂലേ? അപ്പോ ഭഗവാന്റെ തിരുജടയിൽ എന്താണ്? ഗംഗയാണ്. ഭഗവാന്റെ തിരുജടയിൽ ഗംഗയാണ്. നമ്മുടെ തൃക്കണ്ണെന്താ? അഗ്നിയാണ്. എവിടെയെങ്കിലും അഗ്നിയും ജലവും യോജിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയാല് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ സമരസപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മനോഹരമായി ജീവിക്കാമെന്ന് കാട്ടിത്തരികയാണ് ആര്? ഭഗവാൻ ശിവൻ. MP ഉദയഭാനു അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ അശ്വതി മോഹനൻ, ഗിരീഷ് പൊതിയാൽ, മുൻ പഞ്ചായത്ത് അംഗം ജനകരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും കഥാപ്രസംഗവും ഭജനയും അരങ്ങേറി.
ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പുറപ്പെടുന്ന ചെണ്ടയാട് പ്രദേശത്ത് നിന്നുള്ള ഹജ്ജാജികൾക്ക് കല്ലറക്കൽ ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. നിരവധി ആളുകൾ പങ്കെടുത്തു. ഈ വർഷത്തെ യാത്രയയപ്പ് ശാഖാ സെക്രട്ടറി MP അഷ്റഫിൻ്റെ ഗൃഹാങ്കണത്തിൽ ചെണ്ടയാട് മുഹിയുദ്ദീൻ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ റൌഫ് ബാക്കഫി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് AK മുഹമ്മദ്, C യൂസഫ്, വാർഡ് അംഗം സാജിദ്, PV അഷ്റഫ്, O യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഹജ്ജ് യാത്രികരായ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി TP മുസ്തഫ, അഷ്റഫ് മാസ്റ്റർ തെക്കയിൽ, ഖാദർ മേക്കര വീട്ടിൽ, മൂസ കുനിയിൽ എന്നിവരടക്കമുള്ളവരെ ഷാളണിയിച്ച് ആദരിച്ചു. ഹജ്ജ് യാത്രികർ യാത്രയയപ്പിന് നന്ദി പറഞ്ഞു. അലൂമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് ആധുനിക രീതിയിലുള്ള പുത്തൻ മുഖവുമായി സിസ്റ്റം വിൻഡോ ക്ലെയർവ്യൂ സിസ്റ്റം തലശ്ശേരി കുട്ടിമാക്കോലിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AM ഷെരീഫ് മെഷീനുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ഷിജു ചമ്പ്ര മാനേജിംഗ് ഡയറക്ടർ P ലത്തീഫിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി. കണ്ണൂർ ജില്ലയിൽ ഇതാദ്യമായാണ് ഈ സംരംഭം തലശ്ശേരി കുട്ടിമാക്കോലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ P ലത്തീഫ് അറിയിച്ചു. സംരംഭമാണ് പുതിയ ലേറ്റസ്റ്റ് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സിസ്റ്റം വിൻഡോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മരത്ത് മുട്ടിനേക്കാളും യൂട്ടീസിനേക്കാളും കൂടുതൽ കാലം ഇടുന്നതിൻ്റെയും വിലയുള്ളതും അതുപോലെ സേഫ്റ്റി ഉള്ള സാധനമാണ് ഈ സിസ്റ്റം വിൻഡോ. ഇപ്പോൾ പബ്ലിക് കംപ്ലീറ്റ് തൊഴിലെടുക്കുന്ന കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കമ്പനികൾ പറയുന്നത് ഈ സിസ്റ്റം വിൻഡോ ചെയ്യണമെന്നാണ്. തലശ്ശേരി സിസ്റ്റം വിൻഡോൻ്റെ മാനുഫാക്ചറിങ് ഇല്ല. അതിപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് തുടങ്ങിയതാണ്.
അപ്പോൾ നമ്മുടെ പരിസ്ഥിതി മാർക്കറ്റ് നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മളാണ് സിസ്റ്റമിൻ്റെ ഏറ്റവും നല്ല കമ്പനീൻ്റെ ഹാർഡ്വെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല കമ്പനീൻ്റെ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തത്. 20 കൊല്ലം പിന്നെ കോഴിക്കോട്ടിൻ്റെ ഗ്യാരണ്ടി, 5 കൊല്ലം ഫ്രീ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർഡ്വെയർ 5 കൊല്ലത്തെ ഗ്യാരണ്ടി ഹാർഡ്വെയർ. ഇത്രയും സാധനം ഇത്രയും ക്വാളിറ്റിയിൽ വേറെ ഒരു മെറ്റീരിയലും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPMന്റെ കുത്തക സീറ്റ് പിടിച്ചെടുത്തതിന്റെ വൈരാഗ്യമാണ് മാക്കൂൽ പീടികയിൽ അക്രമത്തിനും ലീഗ് പ്രവർത്തകന്റെ വധശ്രമത്തിനും കാരണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. വധശ്രമത്തിന് കേസെടുക്കണമെന്നും ചേലേരി. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ലാത്തിവീശി. തലശ്ശേരി സംഗമം ജംഗ്ഷനിൽ അപകടം തുടർക്കഥ. ചൊവ്വാഴ്ച പുലർച്ചെ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ടൂറിസ്റ്റ് ബസും അപകടത്തിൽപ്പെട്ടു. തലശ്ശേരിയിലെ പ്രമുഖ അഭിഭാഷകനായ പന്ന്യന്നൂർ സ്വദേശി അഡ്വക്കേറ്റ് ബിജേഷ് ചന്ദ്രന് അഭിഭാഷക സമൂഹത്തിന്റെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും യാത്രാമൊഴി. തലശ്ശേരി കോടതി പരിസരത്തും പന്ന്യന്നൂരും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ വൻ ജനാവലി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.